ഹലോ ഫ്രണ്ട്സ്, ആലീസ് ഓവൻ ടൈൽസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും, പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള അമ്മച്ചിയുമായിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുവാണ്. അപ്പോൾ അമ്മച്ചി ഇന്ന് നമുക്ക് വേണ്ടി എന്താ ഉണ്ടാക്കാൻ പോകണേ നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ അമ്മച്ചി എന്താ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോണത്? ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറിയ കരിമീനാണ്. കരിമീനെന്ന് പറഞ്ഞാൽ വലിപ്പമില്ല, ഇടത്തരം ചെറിയ കരിമീനാണ്. അത് നമ്മൾ സാധാരണ വീട്ടിൽ വയ്ക്കുന്ന വീട്ടിൽ വയ്ച്ച് നമ്മൾ കൂട്ടുന്ന ഇതാണ്, മോഡലല്ല. അപ്പോൾ ചെറിയ ഒരു പരിപാടിയായിട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ആലപ്പുഴയിൽ സുലഭമായിട്ട് കാണപ്പെടുന്ന ഒരു ഡിഷാണ് കരിമീൻ എന്ന് പറയുന്നത്. ഫോറിനേഴ്സിനും പുറത്തുനിന്ന് നാട്ടിൽ വരുന്ന ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട് കഴിക്കുന്നത് കരിമീനാണ്. അപ്പോൾ ഇന്ന് അമ്മച്ചിയുടെ കരിമീൻ റെസിപ്പിയിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ വളരെ മിനിമലായിട്ടുള്ള ടൈമിങ്ങിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് പറയാം. പിന്നെ അമ്മച്ചിയുടെ നേരത്തെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇവിടെ മേലെ ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും അത് കണ്ടു നോക്കണേ. അപ്പോൾ അമ്മച്ചി, നമുക്ക് ആ ഇൻഗ്രീഡിയൻസിലോട്ട് പോയാലോ? എന്തൊക്കെയാണ് ആവശ്യം? പോകാം. ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് 4 കരിമീനാണ്. അപ്പോൾ അത് ഉപ്പും മുളകും മഞ്ഞളും അരച്ച് പുരട്ടി വെച്ചിട്ടുണ്ട്. നേരത്തെ പുരട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് പുരട്ടിയ അതിൻ്റെ ഗ്രേവിക്ക് അരപ്പിന് വേണ്ടി അത് പുരട്ടിയ മുളക് അരപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്. ചെറിയ ഉള്ളിയാണോ അമ്മച്ചി? ചെറിയ ഉള്ളി. അതാണ് രസം കൊടുക്കുന്നത്. അതിനകത്ത് സവോളയൊന്നും ചേർക്കത്തില്ല. ചെറിയ ഉള്ളി മോഡലല്ല, നമ്മൾ സാധാരണ ബീട്ട് കറി. പിന്നെ കുടംപുളിയുണ്ട്. ഞാൻ നാടനേ വെക്കുള്ളൂ, പുതിയതൊന്നും ഞാൻ കൊണ്ടുവരികയില്ല. ഓക്കെ, അപ്പൊ അമ്മച്ചിയുടെ ഒരു തനി നാടൻ കരിമീൻ കറിയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് അതിലോട്ട് പോകാം. മീനൊന്ന് വാട്ടിയെടുക്കാൻ പോവുകയാണ്. നമ്മളൊരു പാൻ വെച്ചല്ലേ? പാൻ വെച്ച് പാത്രം ചൂടായി എണ്ണ ഒഴിക്കുകയാണ്. മീനിടുകയാണ്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ മീൻ ഓരോന്നെ വെച്ച് കൊടുക്കുകയാണല്ലേ? നന്നായിട്ട് മൊരിയണ്ട, ഒന്ന് ഒരു പിന്നെ മൊരിക്കുന്ന പോലെ ചെറിയ ഒരു വാട്ടിയെടുക്കുക. ഇപ്പം മീൻ വാടി മാറ്റി വയ്ക്കുകയാണ്. ഇനി അടുത്തത് വറയിലിടാൻ പോവുകയാണ്. ആ മീൻ വാടി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ബാക്കി മസാലയുടെ പരിപാടിയിലോട്ട് പോവാം. നമ്മൾ ആ മീൻ വാടാൻ വെച്ച ഇതിൻ്റെ എണ്ണ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ മസാലയ്ക്ക് കുറച്ചും കൂടെ ആ ഒരു അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പോൾ നമുക്ക് മസാല ചെയ്യാം. അതേതോ ഒരു ചേട്ടനാണോ വെച്ചിരിക്കുന്നത്. ഉള്ളിയുണ്ട്, ഉള്ളി ഇടാൻ പോവുകയാണ്. നമ്മൾ ചെറിയ ഉള്ളി ചതച്ചതിട്ടു, പച്ചമുളക് ഇട്ടു, ഇഞ്ചി ചതച്ചത് ഇട്ടു. ഇത് നന്നായിട്ട് വാടി വരണം അല്ലേ? നന്നായിട്ട് വാടി വരണം. ഇത് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഉള്ളി എടുത്തിരിക്കുന്നത്.
ഓക്കെ, ആ ഒരു ഇഞ്ചിയുടെയും ആ ഒരു പച്ചമുളകിൻ്റെയൊക്കെ ആ വാടി ആ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തെന്താ? ഇനി അടുത്തത് വേപ്പില. ആ ഓക്കെ, അപ്പോൾ നമ്മുടെ നാടൻ കറി, നാടൻ വേപ്പില, നാടൻ പച്ചമുളക്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള വേപ്പിലയാണ്. ഇത് സ്വന്തം പറമ്പിലെ കൃഷിയുടെ പച്ചമുളകാണ്. അതെ, അതാണ് എടുത്തിരിക്കുന്നത്. അമ്മച്ചിക്ക് ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മിക്കവാറും വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുക. എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് ഞാൻ അതിൽ നിന്ന് എടുക്കണത്. അതെ, എല്ലാം ചെറിയ ചെറിയ ഇച്ചിരിച്ചൊക്കെ എല്ലാം ഇച്ചിരി ഉണ്ട്. ഞാൻ പഴയതല്ലേ മോളെ, അപ്പൊ പഴയ രീതിയിലല്ലേ ഞാൻ പോകുള്ളൂ. അതെ, ഇതൊക്കെ എൻ്റെ അമ്മ ഞങ്ങൾക്ക് വീട്ടിൽ ചെയ്തു തന്ന് കണ്ടുപിടിച്ചതാണ്. അതെ, ഇനി പച്ചമുളക് വാടിയിട്ടുണ്ട്, ഉള്ളിയൊക്കെ വാടി. ഇനി മുളക് ഗ്രേവിക്ക് ഇടുകയാണ്, അത് മൂക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഒരു മുളകിൻ്റെ കൂട്ട് നമ്മളിപ്പോൾ വാടിയ ഉള്ളിയിലോട്ട് ഇട്ടല്ലേ. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ച മണം മാറണ വരെ നമ്മൾ ഇളക്കി. മുളകിന് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഗ്രേവിക്ക് അല്പം ഉപ്പ്. അല്പം പുളി, കടമ്പുള്ളി ഇട്ടു. കുറച്ച് പാകത്തിന് വെള്ളം. കൊടംപുള്ളി ഇടണ എന്തിനാ അമ്മച്ചി? കൊടംപുളി ഇടുന്നത് ശകലം പുളിരസത്തിന്. പൊള്ളിക്കുന്നത് സാധാരണ മിക്കവരും പുളി ഇടാതെ പൊള്ളിക്കും. പക്ഷേ ഇത് നീറുമീനാകുമ്പോൾ അല്പം പുളി രസം വേണം, ഇല്ലെങ്കിൽ ഉളുമ്പ് ചുവക്കും. ഇതെല്ലാം പഠിച്ചിരിക്കണം. ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കറികളൊന്നും വെക്കാനും ആർക്കും തന്നെ അറിയാൻ പാടില്ല. ഞാൻ മീൻ പെറുക്കി വെക്കാൻ പോവുകയാണ്. നേരത്തെ വേവിച്ച് മാറ്റി വെച്ച മീന് നമ്മളിപ്പോൾ ഈ മസാലയിലോട്ട് പുരട്ടിയല്ല. മസാല അതിൻ്റെ മേലെ കൂടെ ഒന്ന് കൊത്തി വെച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ കറി റെഡിയായി. അല്പം നാടൻ പച്ച വേപ്പില പുളിയാണ്. നാടൻ കറി, വീട്ടുകറി, വീട്ടിലെ ഊണെന്ന് പറയുന്നത് പോലെ നമ്മുടെ സാധാ വീട്ടിലെ കറിയാണ്.
സാധാ വീടുകളിൽ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു കരിമീൻ പൊള്ളിക്കല്. ഓക്കെ. അപ്പോൾ മോഡലൊന്നും ഇല്ല, വേറെ കൂട്ടൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയാലോ അമ്മച്ചി? മാറ്റാം. ഞാൻ ചെറിയ ഒരു കരിമീൻ പൊള്ളിക്കൽ ചെയ്ത് നിങ്ങളെല്ലാവരും ഇത് കണ്ടല്ലോ, അത് നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കുക. വെച്ച് കൂട്ടിയിട്ട് ഇതിൻ്റെ അഭിപ്രായം അറിയിക്കുക. നല്ലതായാലും ചീത്തയായാലും എൻ്റെ മക്കൾ ഇത് അറിയിക്കണം. നല്ലതാണെങ്കിൽ അമ്മച്ചിക്ക് ഒരു ലൈറ്റ് തരണം, വോട്ട് ചെയ്യണം. ഉപേക്ഷിക്കരുത് ഈ അമ്മച്ചീനെ, കേട്ടോ? ഓക്കെ. അപ്പോൾ അമ്മച്ചിയുടെ കരിമീൻ പൊള്ളിച്ചത് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട്, ഭയങ്കര യമ്മി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ ഒരാളെ വിളിച്ചാലോ? ആൻറ്റി, അമ്മച്ചിയുടെ കരിമീൻ പൊള്ളിച്ചതാണ്. ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാ. എടുത്തു ഒന്നും കൂടി എടുക്കണോ? അമ്മച്ചിയുടെ ഈ കരിമീൻ പൊള്ളിച്ച നാടൻ കറി സൂപ്പറായിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും അറിയത്തില്ലെങ്കിലും പഴയ അമ്മച്ചിമാരുടെ കറി അതൊന്നും പറയാതിരിക്കാൻ തരവില്ല. വളരെ ടേസ്റ്റിയാണ്. അമ്മച്ചിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അമ്മച്ചി പോട്ടെ മക്കളെ.